ഈ കാണുന്ന ബ്രൈഡൽ ഡിസൈൻ നിങ്ങൾക്ക് വരക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കോ? എങ്കിൽ വിശ്വസിച്ചേ പറ്റൂ. ഈ ബ്രൈഡൽ ഡിസൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 4ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പൊ ബാക്കി 3 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതോടെ ഒന്ന് പോയി കണ്ടോട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ പഠിച്ചാലോ? ഇതിന് വേണ്ടിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത്രയും ഗ്യാപ്പ് ഇട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ കാണുന്ന ഗ്യാപ്പിലേക്ക് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കപ്പിൾ നെയിം ആണ് വരക്കാൻ പോകുന്നത്. അപ്പൊ ഈ കപ്പിൾ നെയിം ഞാൻ സെറ്റ് ആക്കാൻ പോകുന്ന റൗണ്ടിന്റെ ഉള്ളിൽ. ഈ റൗണ്ടിന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർട്ട് ഒക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഹാർട്ട് ആണെങ്കിൽ ഹാർട്ട്, റൗണ്ട് ആണെങ്കിൽ റൗണ്ട്, അതിന്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. ഈ റൗണ്ടിന്റെ ഉള്ള ഒന്നോടെ ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഷെയ്ഡ് ചെയ്തെടുത്ത് ഞാൻ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പരത്തിയും കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വൈറ്റ് ബോർഡ് ആയതുകൊണ്ടാണ് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത്. നമ്മൾ സ്കിന്ന് ചെയ്യുമ്പോൾ അതിന്റെ ഷെയ്ഡ് ശരിക്കും കാണാൻ പറ്റും. ഇനി ഈ റൗണ്ടിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഏതൊക്കെ ലെറ്റേഴ്സ് ആണോ വേണ്ടത് അത് അങ്ങ് എഴുതി കൊടുക്കുക. നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സ് ആണോ എഴുതുന്നത് അത് കുറച്ച് തിക്കാക്കി എഴുതാൻ നോക്കാം. എങ്കിലും അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. ഈ ലെറ്റേഴ്സ് തന്നെ എഴുതി കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഈ റൗണ്ടിന്റെ സൈസ് കുറച്ചുകൂടെ വലുതാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പിളിന്റെ നെയിമോ ഡേറ്റോ അങ്ങനെ എന്താന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. ഈ റൗണ്ടിന്റെ ഔട്ട്ലൈൻ വരച്ചിട്ടില്ലേ അതിൽ കൂടെ ഒന്നോടെ റൗണ്ട് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ വരച്ചേക്കുന്ന റൗണ്ടിന് ചുറ്റും ഇതുപോലെ ഹംസ് അങ്ങ് വരച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ സ്റ്റോറിലുള്ള പ്രാക്ടീസ് കോൺസും നോർമൽ കോൺസും ബ്രൈഡൽ ബ്ലെൻഡ് കോൺസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അതങ്ങ് ക്ലിയർ ആക്കി തരാം. പ്രാക്ടീസ് കോൺസ് എന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് യൂസ് ആക്കുള്ളൂ. അതായത് അതിന് സ്റ്റെയിൻ ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ കയ്യിലോ ബോർഡിലോ എവിടെയാന്ന് വെച്ചാൽ ഇട്ട് പ്രാക്ടീസ് ചെയ്യും. കയ്യിലിട്ടാൽ സ്റ്റെയിൻ വരുന്ന കോണാട്ടോ നോർമൽ കോൺസ്. ഈ കോണിന് അത്യാവശ്യം നല്ല റെഡിഷ് കളർ ഉണ്ടാവും. നോർമൽ കോണിനെക്കാളും കുറച്ചുകൂടെ ഡാർക്ക് സ്റ്റെയിൻ ആയിരിക്കും ഈ കോൺ. ബ്രൈഡ്സിനൊക്കെ ആണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ കോൺ ആയിരിക്കും കേട്ടോ. അപ്പൊ കോൺസിന്റെ കാര്യം ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നമ്മുടെ ഡിസൈനിലേക്ക് തിരിച്ചു വരാം. ഇനി ഇതിന്റെ ബാക്കി വന്ന ഏരിയ ഒന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുക. അതിന് ചുറ്റും 2 സെറ്റ് ഹമ്പോടെ വരച്ചു കൊടുക്കുക. ആ സ്പേസിൽ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം. എന്നിട്ട് ഈ വരച്ചേക്കുന്ന ഫ്ലവറിനെ ഒന്നോടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആ സ്പൈറലിന് ചുറ്റും ഒന്നോടെ തിക്കാക്കി കൊടുക്കുക. ഇത്രയും വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയയുടെ ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ താഴോട്ട് വീണ്ടും 2 ലൈൻസ് കൊടുക്കുക, ഒരു സെറ്റ് ഹമ്പോടെ കൊടുക്കുക. ഹമ്പ് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നോടെ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക, അതിനെ ടച്ച് ചെയ്ത് ഹംസ് വരച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന എല്ലാ ഹംസും ഒരേ സൈസ് ആയിരിക്കും കേട്ടോ. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ഡിസൈൻ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ഇനി ഇതിന്റെ ബാക്കി നാളെ. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആക്കാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.